ഇന്നൊരു ചമ്മന്തി പൊടിയായിട്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇടുവാണ്. തേങ്ങയിട്ട് ഇവിടെ ഉഴുന്ന്, കറിവേപ്പില, ഇഞ്ചി, കുരുമുളക് ഇത്രയും നമുക്കിട്ട് ഒന്ന് വറുത്ത് കൊണ്ടുവരാം. നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഒരുമാതിരി റെഡിയായി വരികയാണ്. ഞാൻ അടുത്ത മുളക് പൊടി ഇടാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ അകത്ത് പുളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ കുടമ്പുളി ഇട്ട് ഇതെല്ലാം നല്ല റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇതിനകത്തോട്ട് മുളക് പൊടി ഇടാം. മുളക് പൊടിയും കൂടെ കിടന്ന് ഇതാകണ്ടേ. അപ്പം 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു നിറം ചമ്മന്തിക്ക് ഒരു നല്ല നിറം വരണമല്ലോ. അതിന് കാശ്മീർ ചില്ലിയാണ് ഞാൻ ഇടുന്നത്. എന്താ 3 സ്പൂൺ ഇട്ടത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടി ചേർക്കാം. മല്ലിപ്പൊടി ഒരെണ്ണം മതി കേട്ടോ. അതുകൂടി തന്നെ ഇച്ചിരി കായപ്പൊടി കൂടെ ഞാനിവിടെ ചേർക്കുകയാണ് കേട്ടോ. ഓക്കെ, നല്ല പോലെ മിക്സ് ചെയ്ത് മുളക് പൊടി നല്ലപോലെ മൂക്കുന്നത് വരെ തേങ്ങയും മുളക് പൊടിയും എല്ലാം നല്ല റെഡിയായി വരുന്നുണ്ട്. അമ്മച്ചിമാരൊക്കെ ഇത് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് അറിയത്തില്ല. ഇത് കണ്ട് നന്നായി എല്ലാവരും പഠിച്ച് നമ്മുടെ വീട്ടിലെപ്പോഴും ചമ്മന്തിപ്പൊടി സൂക്ഷിച്ചു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സാധാരണ ഇടുന്നത് നാരങ്ങയുടെ ഇല കിട്ടാനില്ലാത്തത് കൊണ്ടാണ് നാരങ്ങയുടെ തൊണ്ടിട്ടത്, പിഴിഞ്ഞത്. ഒരു സ്മെല്ല് വരാൻ ഉണക്ക നാരങ്ങയുടെ ഉണങ്ങാൻ വേണ്ടി 2 ദിവസം നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടതാണ്. എന്താ ചമ്മന്തിപ്പൊടി റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിരുന്നു റെഡിയാകട്ടെ. ചമ്മന്തിപ്പൊടിക്ക് നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ. ഇത്തിരി ഉപ്പ് ചേർക്കുകയാണ്. നല്ല ചമ്മന്തിപ്പൊടി ആവുള്ളൂ. ഓക്കെ, നന്നായിട്ട് ചമ്മന്തി റെഡിയായി വരികയാണ്. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കാം കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി. ഒരു ചെറിയ തരിതരിപ്പൊടിയാണ് പൊടിച്ചിരിക്കുന്നത്. ഇതിലും നന്നായി പൊടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാം. ഒന്ന് ചെറുതായിട്ട് കടിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചത്. വീണ്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ലക്കം കാണാം. ഓക്കെ.